Karnataka Chief Minister that free transport should be arranged to all the people who have been working for the state of Karnataka from any part of the state. But no action has been taken. But ultimately, the Karnataka Pradesh Congress Committee decided that we will bear the expenditure cost of all these common men who want to travel to their home, who have been working in the state of Karnataka. So I have sent 1 crore check to the KSRTC MD. I have spoken to the concerned officials. It has reached the MD. I have visited the place and I have appealed to the state government to see that this transport facility will be borne free by and KSRTC and the Karnataka Pradesh Congress. കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് വരുന്ന എംഎൽഎമാർക്ക് 100 കോടി രൂപ ഓഫർ ചെയ്യാൻ കർണാടകയിലെ ബിജെപി നേതാക്കളുടെ പക്കൽ ആയിരക്കണക്കിന് കോടികളുണ്ട്. ഇനി അത് തികയാതെ വന്നു കഴിഞ്ഞാൽ ദേശീയ നേതൃത്വം ഫ്ലൈറ്റ് പിടിച്ചു വന്ന് ആ പ്രശ്നത്തിന് കോടികൾ മുടക്കി പരിഹാരം കാണാനും തയ്യാറാണ്. വരുന്ന വിമത എംഎൽഎമാർക്ക് സുഖവാസം ഒരുക്കി കൊടുക്കാൻ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വരെ വാങ്ങാനുള്ള പണം കർണാടകയിലെ ബിജെപി നേതാക്കളുടെ പക്കലിലുണ്ട്. അത് മാത്രമല്ല, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനും അവരുടെ പക്കലിൽ പണമുണ്ട്. പക്ഷേ സ്വന്തം സംസ്ഥാനത്ത് ജോലി ചെയ്യാനെത്തിയ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ചിലവഴിക്കാൻ അവരുടെ പക്കലിൽ 1 രൂപ പോലുമില്ല എന്നാണ് അവർ പറയുന്നത്. ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ മിക്കവരും ഒരു ദിവസം ജോലിയെടുത്ത് കുടുംബം പോറ്റുന്ന ആളുകളാണ്. എത്രയോ ദിവസങ്ങളായിട്ട് അവർക്ക് ജോലിയില്ല. അവർക്ക് യാത്രാ സൗകര്യങ്ങൾ റെഡിയായിട്ടുണ്ട് എന്ന് സർക്കാർ വിളിച്ചു പറഞ്ഞു. അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ നിലവിൽ സർക്കാർ സംവിധാനത്തിലൂടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്ന് കർണാടക സർക്കാർ വിളിച്ചു പറഞ്ഞു. അവർ ആശ്വാസത്തിലായി. പക്ഷേ ആശ്വാസം അല്പസമയം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. കാരണം സർക്കാർ പറഞ്ഞു, ആ യാത്രാ സൗകര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള യാത്രയുടെ ചിലവ് നിങ്ങൾ തന്നെ വഹിക്കണമെന്ന് അതിഥി തൊഴിലാളികളോട് വിളിച്ചു പറഞ്ഞു. ആ പാവങ്ങൾ ജോലിയില്ലാതെ മാസങ്ങളായി വീടിനകത്ത് കഴിഞ്ഞുകൂടുകയാണ്. അവർക്ക് എവിടെ നിന്നാണ് സാർ പണമുണ്ടാവുക? സർക്കാരിന് വിമത എംഎൽഎമാർക്ക് നൽകാൻ ആയിരക്കണക്കിന് കോടികൾ ഉണ്ടാകുമ്പോൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് സ്വന്തം സംസ്ഥാനത്തേക്ക് വന്ന ഒരു തൊഴിലാളിക്ക് അഥവാ അതിഥി തൊഴിലാളികൾക്ക് 1 രൂപ നൽകാൻ കർണാടകയിലെ യെഡിയൂരപ്പ സർക്കാർ തയ്യാറായില്ല. ഇവിടെയാണ് കോൺഗ്രസിന് കൃത്യമായ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ ഒരു ഇലക്ഷൻ കർണാടകയിൽ നടന്നു കഴിഞ്ഞാൽ ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ വളരെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് പുല്ലുപോലെ വിജയിക്കും. വിമത എംഎൽഎമാർക്ക് 100 കോടി രൂപ കൊടുക്കാൻ തയ്യാറായ യെഡിയൂരപ്പക്ക് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് DK ശിവകുമാർ 1 കോടി രൂപ അതിഥി തൊഴിലാളികളുടെ യാത്രാ ചിലവിനായിട്ട് സ്വന്തം മുന്നോട്ട് വന്ന് വഹിക്കാൻ തയ്യാറായിരിക്കുന്നു. ആ യാത്ര ചെയ്യുന്ന ഓരോ അതിഥി തൊഴിലാളിയും DK ശിവകുമാറിന്റെ മുഖം നോക്കിയിട്ട് കൈ കൂപ്പിക്കൊണ്ട് പറയുന്നുണ്ടാകും മനസ്സുകൊണ്ട്, നിങ്ങളാണ് നേതാവ്, നിങ്ങളാണ് ആർജവമുള്ള ശക്തനായ നേതാവ് എന്ന്. അതെ, DK ഞങ്ങൾക്ക് ഇഷ്ടമാണ്. DK സ്വന്തം കാര്യം മാത്രമല്ലായിരുന്നു രാഷ്ട്രീയത്തിൽ നോക്കിയത്. രാഷ്ട്രത്തിന്റെ കാര്യം, അവിടുത്തെ പൊതുജനങ്ങളുടെ കാര്യം, അവരുടെ വേവലാതികൾ, സ്വന്തം സംസ്ഥാനത്ത് ജോലി ചെയ്യാൻ വന്നിട്ടുള്ള അതിഥി തൊഴിലാളികൾ അഥവാ അതിഥി സംസ്ഥാനങ്ങളിലെ ആളുകളുടെയും അവസ്ഥകൾ പരിഗണിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതാണ് നേതാവ്. അവിടെയാണ് ആർജവമുള്ളത്. അല്ലാതെ സ്വന്തം പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, സ്വന്തം പാർട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ട്, അധികാര കസേരകൾക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപകൾ എറിയാൻ തയ്യാറായ ഈ മനുഷ്യർക്ക് സാധാരണക്കാരന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറായില്ല. സാധാരണക്കാരന്റെ അവസ്ഥ കേൾക്കാൻ തയ്യാറായില്ല. അധികാര കസേരകൾക്ക് വേണ്ടിയിട്ട് പണച്ചാക്കുകളുമായി വരുന്ന ഭീമന്മാരായ ഇവരുടെ നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ട്രംപിന് വേണ്ടിയിട്ട് 100 കോടി ചിലവഴിക്കാൻ തയ്യാറായ ഇവർക്ക് സാധാരണക്കാരായിട്ടുള്ള ഓരോ സംസ്ഥാനത്തും ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വെറും 1 കോടി രൂപ ചിലവഴിക്കാൻ തയ്യാറായില്ല.
അവിടെയാണ് കർണാടകയിലെ DK തന്റെ ഇടം കാണിച്ചത്, ആൺകുട്ടിയായത്, ആർജവമുള്ള രാഷ്ട്രീയക്കാരനായത്. ഈ നേതാവിനെയാണ് ഈ ഇന്ത്യ രാജ്യത്തിന് ആവശ്യമുള്ളത്. ജനങ്ങളുടെ പ്രശ്നം വരുമ്പോൾ ഓടിയെത്തി റോഡരികിൽ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരുടെ സങ്കടങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു ജനപ്രതിനിധിയിലേക്ക് പൊതുജനം നോക്കുമ്പോൾ അവരുടെ വിഷമത്തിന് പരിഹാരമുണ്ടാകുമെന്ന് അവർക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ DK കണ്ടുപഠിക്കണം. അതാണ് നേതാവ്. എന്തായാലും DKയുടെ 1 കോടി രൂപ അത് യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി നൽകിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി, കർണാടകയിലെ പൊതുജനങ്ങൾക്ക് രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് പണം നൽകുന്നവർ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ മാത്രമാണ് ഞങ്ങളെ ഉപയോഗിച്ചതെന്ന് കർണാടകയിലെ വിവരവും ബുദ്ധിയും കൃത്യമായി നേരാവണ്ണം മുന്നോട്ട് പോകുന്ന ജനങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തായാലും DK ശിവകുമാർ, നിങ്ങളാണ് താരം, നിങ്ങളാണ് രാജാവ്. ന്യൂസ് ഡെസ്ക് പബ്ലിക്. Time.